ഞാൻ നേരെ കൊച്ചിയിലേക്ക് പോവുകയാണ്. നെടുമ്പാശ്ശേരിയിൽ ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, വിമാനം പുറപ്പെട്ടു, കൊച്ചിയിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് ലഭ്യമാവുന്ന വിവരം. ഡാനിക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? എപ്പോഴെത്തും? ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ ആ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ? എൽദോ നേരത്തെ അറിയിച്ചിരുന്നത് അത് 8:30 വിമാനം എത്തും, മൃതദേഹങ്ങളുമായി എത്തുമെന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു സമയത്തിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഒരു 10 മണിയോടുകൂടി മാത്രമേ ഇവിടേക്ക് വിമാനം എത്തൂ എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. യുദ്ധവിമാനമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോട്ടോകോൾ കാര്യങ്ങളുണ്ട്. കൃത്യമായി അത് എത്തുന്നതിന് മുൻപുള്ള ഒരു സമയം അറിയിപ്പാണ് സാങ്കേതികമായി ലഭിക്കുക. അതുകൊണ്ട് അത്തരം പ്രോട്ടോകോളുകൾ ഇതിൽ പാലിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന ഒരു അറിയിച്ച അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിമാനം പുറപ്പെട്ടു. അതിൽ ഇവിടേക്ക് എത്തുന്നത് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഇവരുടെ മൃതദേഹ പേടകങ്ങൾ വയ്ക്കാനുള്ള ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ ജനപ്രതിനിധികളെല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ്. മലയാളികളായ 23 പേരുടെയും ഒപ്പം 7 തമിഴ്നാട് സ്വദേശികളുടെയും 1 കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് കൊച്ചിയിൽ ഇറക്കുക. 31 പേരുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ ഇറക്കും. ഇവിടെ നിന്ന് കർണാടക സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ തമിഴ്നാട് സർക്കാരിന്റെയും ഉള്ള ആംബുലൻസുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് എത്തിയ അധികൃതർ അവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. 23 പേര് മലയാളികൾ അവരുടെ മൃതദേഹങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരുക്കിയ ഈ സ്ഥലത്ത് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇവിടെ ക്രമീകരിക്കും. അതിനുശേഷം അതത് ജില്ലകളിലേക്ക് അവരുടെ ആംബുലൻസുകളിലേക്ക് മൃതദേഹങ്ങൾ കൈമാറും. ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. നോർക്കയ്ക്ക് അടക്കം ഇതിൽ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. തീർത്തും അങ്ങേയറ്റം വൈകാരികമായ ഒരു ദിവസമാണിത്. കാരണം എല്ലാം കുടുംബത്തിനും എല്ലാം വേണ്ടി വളരെയധികം കഷ്ടതകൾ സഹിച്ചുകൊണ്ട് അവർ പ്രവാസ ലോകത്ത് തുടരുകയായിരുന്നു. ഇപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിടവാങ്ങൽ അത്യധികം വേദന നിറഞ്ഞ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇവിടേക്ക് വരുന്നവരുടെ വാക്കുകളുമെല്ലാം തന്നെ അത് വളരെ പ്രകടം തന്നെയാണ്. മൃതദേഹം ഏറ്റുവാങ്ങാൻ വരുന്നവരുണ്ട്. ഒപ്പം ഇവിടെ അന്തിമോപചാരത്തിനുള്ള ക്രമീകരണങ്ങളടക്കം എല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ ഇവിടേക്ക് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു സംഘം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നിലവിലുള്ള ഒരു അറിയിപ്പ് പ്രകാരം 9:30 മണി കഴിയും ഇവിടേക്ക് വിമാനം എത്തിച്ചേരാൻ, നെടുമ്പാശ്ശേരിയിലേക്ക് വിമാനം എത്തിച്ചേരാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 മണിക്ക് ശേഷം മാത്രമേ ഇവിടെ ഈ പൊതുദർശനത്തിനുള്ള ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഇവിടെ കാർഗോ കോംപ്ലക്സിലാണ് ഇവിടെ ക്രമീകരണം നടത്തിയിട്ടുള്ളത്. ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുകയുള്ളൂ എന്നാണ് ഒരു ലഭ്യമായ അറിയിപ്പുകൾ പ്രകാരം 11 മണിയോടുകൂടി ആയിരിക്കാം ഇവിടെ നിന്ന് മൃതദേഹങ്ങളുമായുള്ള ഒരു വിലാപയാത്രയോ അല്ലെങ്കിൽ ആംബുലൻസുകൾ പുറപ്പെടുന്ന ഒരു സമയമെല്ലാം തന്നെ ക്രമീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എൽദോ, എന്താണ് വിമാനം എത്താൻ വൈകുമെന്നാണ് ഇപ്പോൾ ഡാനി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡാനി, ആരൊക്കെയാണ് അവിടെ എത്തുക? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിമാനം വരുമ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങാനായി ഉണ്ടാകുമെന്നുള്ള വിവരമുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളൊക്കെ ലഭ്യമാണോ? ഒപ്പം ഈ മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ വിമാനത്താവളത്തിന്റെ പരിസരത്തൊക്കെ എത്തിച്ചേർന്ന് തുടങ്ങിയോ? എൽദോ, നിലവിലുള്ള ഒരു അറിയിപ്പ് പ്രകാരം മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരെല്ലാവരും തന്നെ ഇവിടേക്ക് വന്നു ചേരും എന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എറണാകുളത്തെയും ആലുവയിലെയും ഗസ്റ്റ് ഹൌസുകളിലായി മന്ത്രിമാരുടെ സംഘവുമുണ്ട്. മന്ത്രി വീണ ജോർജ് ഇന്നലെ ഇവിടേക്ക് കുവൈറ്റിലേക്ക് പുറപ്പെടാൻ എത്തിയിരുന്നു. പക്ഷേ അവർക്ക് അനുമതി ലഭിച്ചില്ല. അത് കൊച്ചിയിൽ തന്നെ തുടരുന്നുണ്ട്. റവന്യൂ മന്ത്രി അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രി പി രാജീവ് തുടങ്ങി മന്ത്രിമാരെല്ലാവരും തന്നെ ഇവിടെ കൊച്ചിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. നിലവിൽ അവർ ഇവിടേക്ക്
ഒരു 9:30 മണിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അന്തിമോപചാരം അർപ്പിച്ച ശേഷമായിരിക്കും മൃതദേഹങ്ങൾ അതത് ജില്ലകളിലേക്ക് അടക്കം കൊണ്ടുപോകുന്ന അതിനുള്ളൊരു ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ പ്രാദേശികമായുള്ളതും അല്ലാതെ MLA-മാരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരും. ഒപ്പം തന്നെ അറിയാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ ബന്ധുക്കൾ പലരുടെയും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ്. കാരണം ഓരോ ജില്ലാ ഭരണകൂടത്തെയും അതത് കൃത്യമായ രീതിയിൽ തന്നെ അത് ചുമതലകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അവിടേക്ക് വീട്ടിലേക്ക് അവർ സ്വദേശത്തേക്ക് മൃതദേഹങ്ങൾ കൈമാറി അവിടേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ ഇവിടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നത് അതത് ജില്ലാ ഭരണകൂടങ്ങൾ തന്നെയാകുമെന്നതാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നു. ഇതിന്റെ എല്ലാം തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. നേരത്തെ ലഭ്യമായ ഒരു അറിയിപ്പ് പ്രകാരം 8:30 മണിയോടുകൂടി ഇവിടേക്ക് വിമാനം എത്തിച്ചേരുമെന്നാണ്. നമുക്കറിയാം വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പെടുന്നതാണ്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ അത് എത്തുന്ന സമയം ആ രീതിയിൽ അപ്പോൾ മാത്രം അറിയിക്കുന്ന രീതിയിലുള്ളതാണെന്ന് സിയാൽ അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നു. കാരണം അതിൻ്റെ ഒരു പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയാണ്. അതുകൊണ്ട് നേരത്തെയുള്ള ഒരു സമയ ക്രമീകരണങ്ങൾ അതിന് പറഞ്ഞിട്ടില്ല. എത്തുന്ന സമയത്തിന് കുറച്ച് മാത്രം മുമ്പാണ് ഇത് അറിയിക്കുകയും ചെയ്യുന്നത്. നിലവിലെ ഒരു അറിയിപ്പ് അവർ പ്രതീക്ഷിക്കുന്നത് 9:30 ശേഷം വിമാനം എത്തിച്ചേരും. അതിൻ്റെ ഒരു കൃത്യമായ ഒരു സമയത്തിലേക്ക് വന്നിട്ടില്ല. എങ്കിലും അവർ കണക്ക് കൂട്ടുന്നത് 10 മണിയോടുകൂടിയായിരിക്കാം വിമാനം എത്തുക എന്നൊരു കണക്കുകൂട്ടലാണുള്ളത്. അന്തിമമായ ഒരു അറിയിപ്പിലേക്ക് വന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇവിടെ ഉദ്യോഗസ്ഥരടക്കം സംസാരിക്കുന്നത് 10 മണിയോടുകൂടി വിമാനം എത്തിച്ചേരാൻ സാധ്യത എന്നതാണ്. ഏതായാലും തീർച്ചയായും ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് 11 മണിയോടുകൂടിയെങ്കിലും മൃതദേഹങ്ങൾ അവരവരുടെ പ്രദേശത്തേക്ക് വിട്ടു നൽകുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എൽദോ, ഡാനി ഇപ്പോഴാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള വിവരങ്ങളും പങ്കുവയ്ക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. ക്രമീകരണങ്ങൾ അത് പൂർണ്ണമാണ്. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനുള്ള, മൃതദേഹങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്നാണെങ്കിലും അല്പസമയത്തിനകം തന്നെ വിമാനം എത്തുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അത് 10:30 എന്ന് ഇപ്പോൾ ഡാനി റിപ്പോർട്ട് ചെയ്യുന്നു. അല്പം താമസമുണ്ട് എന്ന് തോന്നുന്നു. എന്നാണെങ്കിലും വിമാനം പുറപ്പെട്ടു കുവൈത്തിൽ നിന്ന് കൊച്ചിയിലേക്ക്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കാണ് നേരെ വരുന്നത് കുവൈത്തിൽ നിന്ന്. അവിടെ കേരളത്തിൽ നിന്ന് ഉള്ള മരിച്ചവരുടെയും ഒപ്പം തമിഴ്നാട്, കർണാടക സ്വദേശികളുടെയും മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിക്കും. അവിടെ നിന്ന് വിമാനം ഡൽഹിയിലേക്ക് പോകുമെന്നുള്ളതാണ് വിവരം. ഡാനി, നമുക്കവിടെ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ നമുക്ക് കാണാം. ഒരു പ്രതികരണത്തിനുള്ള സാധ്യതയുണ്ടോ? അവർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ അനൌദ്യോഗികമായി ചില വിവരങ്ങൾ അവർ വ്യക്തമാക്കിയിരുന്നു. അതിന് ശേഷം കാരണം നിലവിൽ ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങളുടെ അടക്കം ഒരു തിരക്കും കാര്യങ്ങളുമെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൽ അവസാനവട്ട ഒരുക്കങ്ങളടക്കമെല്ലാം തന്നെ പൂർത്തിയാക്കുകയാണ്. ഇതിൽ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഓരോരോ പ്രതികരണങ്ങൾ ലഭ്യമാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. അവർ ഒരുപക്ഷെ ഈ ഒരു ക്രമീകരണങ്ങളും അവസാനവട്ട ഒരുക്കങ്ങൾ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് ഇതിൽ അവരുടെ ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.